ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ട് ഒരൊറ്റ മാമ്പഴം വെച്ചിട്ട് ക്രീമൊന്നും ഇല്ലാതെ, അതായത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നല്ല പഴുത്ത ഒരു മാമ്പഴം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ചിരണ്ടി എടുത്താലും മതി, ഇല്ലെങ്കിലും കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ സ്കിന്നൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. നല്ല മധുരമുള്ള മാങ്ങ എടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. പുളിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മിക്സിയുടെ ഒരു ജാറാണ്, ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കട്ട് ചെയ്തിട്ടുള്ള മാംഗോ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നുള്ളത്. നിങ്ങൾ ആ മാങ്ങയുടെ മധുരത്തിന് അനുസരിച്ചിട്ട് വേണം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിൽ ആവശ്യമുള്ളത് കുറച്ച് വെനില എസൻസ് ആണ്. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിയാണുള്ളത്. ആ പൊടി ഇട്ട് കൊടുക്കുക. ഐസ്ക്രീം ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നുള്ളത്. ഇപ്പോഴും ഞാനിവിടെ 10 ബദാം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സ്കിന്നൊക്കെ കളഞ്ഞെടുക്കണം. ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് സ്കിന്നൊക്കെ ഇളകി വരുന്നതാണ്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ബദാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കാഷ്നട്ടോ പിസ്താഷ്യോ ഏത് വേണമെങ്കിലും. ഞാനിപ്പോൾ ഇവിടെ ബദാം എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കഷ്ണം ബ്രെഡാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒറ്റ ഒരു മാങ്ങയ്ക്ക് ഒരു ബ്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അളവൊക്കെ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല തണുത്ത പാല് 1 കപ്പ്, അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് അരച്ച് വരാം. ഞാൻ അടിച്ച് വന്നിട്ടുണ്ട്. അത്രയും കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതേപോലത്തെ കപ്പ് ഉണ്ടെങ്കിൽ കപ്പിലോട്ടിടാം, ഇല്ലെങ്കിൽ ഇതേപോലത്തെ പോപ്സിക്കിൾ മോൾഡ് ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതിലോട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിനൊന്ന് ഐസ്ക്രീം ആക്കിയിട്ട് എടുത്താൽ മതി. ഇല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ലോഫ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതാദ്യം ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ക്രീമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഒറ്റൊരു മാമ്പഴം ഒരു കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നുള്ളത്. ഇതിലൊരു 5 തൊട്ട് 6 മണിക്കൂർ വരെ ഫ്രീസറിലോട്ട് എടുത്തു വെക്കണം. അങ്ങനെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് കപ്പിലോട്ട് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇതേപോലത്തെ ബോക്സിലും ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റായോ എന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ മോൾഡിൽ നിന്ന് ഇളകി വരുന്നില്ലെങ്കിൽ ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഇതേപോലെ നൈസായിട്ട് തന്നെ കിട്ടുന്നതാണ്. കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ ക്രീമൊന്നും ഇല്ലാതെ ഐസ്ക്രീം നമുക്ക് റെഡിയാക്കാം. രണ്ടാമത്തതും ഇതാ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല എമ്മി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഒരു മാമ്പഴവും ഒരു ബ്രെഡും വെച്ചിട്ട് ക്രീമൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ളവർക്ക് ഒരു ഷെയറും ചെയ്ത് കൊടുക്കണേ.